ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് എങ്ങനെ നമുക്ക് SSLC കെമിസ്ട്രിക്കകത്ത് നമുക്ക് എങ്ങനെ അപ്രോച്ച് ടോപ്പിക്കാണ്, ലൈക്ക് ഫുൾ മാർക്ക് തന്നെ സുഖമായിട്ട് കിട്ടാനുള്ള ടോപ്പിക്കാണ് കെമിസ്ട്രി. ഓക്കെ, SSLC സംബന്ധിച്ചോളം ലൈക്ക് നിങ്ങൾക്ക് 2 ദിവസമുണ്ട്, 7 ചാപ്റ്ററേ ഉള്ളൂ, അതും ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് മാത്രം. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചോളം അത് വലിയ ചാപ്റ്റേഴ്സ് ആകാം, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം അത് വേറെ എന്താണ്, 2 പേജ് കൊണ്ട് മറിക്കാൻ സാധനമേ ഉള്ളൂ. അതാണ് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി +1 +2 കെമിസ്ട്രി തമ്മിലുള്ള വ്യത്യാസം. സോ ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുള്ളൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഓക്കെ, ലൈക്ക് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എന്തുമാത്രം നിങ്ങൾ ലൈക്ക് ഇങ്ങനെ കുറേയൊക്കെ എഫേർട്ട് ലൈക്ക് മോഡൽ എക്സാമോ ഏതൊക്കെ എക്സാം ടഫായത് ഞാൻ കേട്ടായിരുന്നു. കെമിസ്ട്രിക്കായിട്ട് കുറേ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു തോന്നുന്നു മോഡൽ എക്സാം. സോ എനിവേ പബ്ലിക് എന്തായാലും ഈസി ആകാൻ ചാൻസ് ഉണ്ട്, ലൈക്ക് മോഡൽ ടഫായാൽ മേ ബി പബ്ലിക് ഈസി ആണെന്നുള്ള അങ്ങനെ ഒരു പഴയത്തില്ല. ലൈക്ക് ഞങ്ങൾക്കും ഇങ്ങനെ കെമിസ്ട്രിക്കകത്ത് നിങ്ങളുടെ ഒരു പാറ്റേൺ ആണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഫോളോ ചെയ്തേ. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഹിന്ദി പബ്ലിക്കിൽ ഞങ്ങൾക്ക് ടഫായിരുന്നു, അതുപോലെ തന്നെ കെമിസ്ട്രി നിങ്ങൾക്ക് മാത്സ് അത്യാവശ്യം ഈസി ആയിരുന്നു, അതുപോലെ തന്നെ സോഷ്യൽ കുറച്ച് ലെവൽ കുത്തിയ ക്വസ്റ്റ്യൻ ആക്കിയായിരുന്നു. അപ്പോൾ ഇത്തവണ കെമിസ്ട്രി എന്തായാലും നിങ്ങൾക്ക് പക്ക ഈസിയാണ്, എൻ്റെ പ്രതീക്ഷയാണ്. എന്തായാലും ഇത്തവണ കെമിസ്ട്രി പരീക്ഷ എളുപ്പമാവും, ഉറപ്പാണ്. ഞാൻ പറയുന്നത് എന്തായാലും ഇത്തവണത്തെ കെമിസ്ട്രി പരീക്ഷ നിങ്ങളെ ഏറ്റവും എഴുതി വെച്ചേക്കാണ് ഏറ്റവും എളുപ്പമുള്ള പരീക്ഷയായിരിക്കും കെമിസ്ട്രി. സോ കെമിസ്ട്രി എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഫസ്റ്റ് ചാപ്റ്ററൊക്കെ ആണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറ്റി പഠിക്കാനൊക്കെ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയും ബോയ്സ് ലോ, അബഗാഡോസ് ലോ, അങ്ങനത്തെ ബോയ്സ് ലോ, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ, ലോസ് കുറേ കാര്യം പഠിക്കാനുണ്ട്. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് വൃത്തിക്ക് പഠിക്കാം, ലോസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം, അതിൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും മനസ്സിലാക്കി വെക്കാം, അതിൻ്റെ പിക്ചേഴ്സ് ലൈക്ക് ഈ ആപ്ലിക്കേഷൻ്റെയൊക്കെ പിക്ചേഴ്സ് വന്നിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പിക്ചറാണ് എന്നൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ്. സോ അതുകൊണ്ടാണ് നിങ്ങൾ പിക്ചേഴ്സ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, എല്ലാം സെറ്റാക്കി വെക്കാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ലൈക്ക് ഫിസിക്കൽ കെമിസ്ട്രി ലൈക്ക് ലോസിനകത്ത് കുറേ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ എക്സെപ്ഷൻ ആയിട്ടുള്ള കാര്യമാണ് കോപ്പറും ക്രോമിയത്തിൻ്റെ കേസ്, അത് എന്തായാലും ചോദിക്കാതിരിക്കത്തില്ല. സോ കോപ്പറും ക്രോമിയത്തിൻ്റെ ആ ചാപ്റ്റർ ഏറ്റവും എളുപ്പമാണ്, കാരണം തിയറി പഠിക്കാനില്ല, കുറച്ച് എഴുതി പഠിക്കാനുള്ള. ലൈക്ക് തിയറി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് മനസ്സിലാക്കി വെക്കാം, ഷോർട്ടാക്കി പഠിക്കാം. ലൈക്ക് ആർഗൺ വെച്ച് എഴുതാണ്ട് നിയോൺ വെച്ച് എഴുതേണ്ട സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇതൊക്കെ അത്യാവശ്യം സിമ്പിൾ സാധനമാണ്. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ അത്യാവശ്യം വൃത്തിക്ക് പഠിക്കുക, നല്ല വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. അതുപോലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ ചെറിയ ചാപ്റ്ററാണ്, അതുപോലെ തന്നെ കുറേ ലോസ് പഠിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ ഈ ലോസിൻ്റെ കാര്യമൊക്കെ ഒന്ന് വൃത്തിക്ക് പഠിച്ചു വെക്കാം. മൂന്നാമത്തെ ഒരു ഇലക്ട്രോ +2 ഇലക്ട്രോ കെമിസ്ട്രിയുടെ ചെറിയൊരു ഒരു എന്താ പറയുക, എന്താ നീ പറയുന്നത്, സ്പാർക്ക്, അത് തന്നെ ഒരു ചെറിയ സാധനമാണ് ഗാൽവാനിക് സെല്ലിൻ്റെ കാതോളിൽ ആയതുകൊണ്ട് കിടക്കുന്ന റിയാക്ഷനും അതിൻ്റെ മൊത്തം സെൽ റിയാക്ഷനും അതൊക്കെ ജസ്റ്റ് ചുമ്മാ എഴുതി പഠിക്കാനേ ഉള്ളൂ. ജസ്റ്റ് ഒരു മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അതിൻ്റെ ബെസ്റ്റ് ക്ലാസ് ഞാൻ പറയുകയാണെങ്കിൽ സൈലത്തിന് കണ്ടാൽ സൈലത്തിന് അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ കൂടുതൽ നോക്കി പഠിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് എഴുതി പഠിക്കുകയും ചെയ്ത് പഠിക്കേണ്ട ഒരു സാധനമാണ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് ലാസ്റ്റ് 2 ചാപ്റ്റർ എനിക്ക് തോന്നുന്നു, ലാസ്റ്റ് ചാപ്റ്റർ മാത്രം ഓർഗാനിക്കാന്ന് തോന്നുന്നു. സോ എനിവേ ലാസ്റ്റ് ചാപ്റ്റർ എന്തായാലും ഓർഗാനിക് വൃത്തിക്ക് പഠിക്കാൻ ഇതിനെല്ലാം ബെസ്റ്റ് ക്ലാസ് ഏതാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും സൈലത്തിൻ്റെ ക്ലാസ് ആണ്. അത് ലൈക്ക് അതിനകത്ത് കുറേ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് കാണും, ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് കാണും, ലൈക്ക് ഈസി ക്വസ്റ്റ്യൻസ് കാണും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അഷറാണ് ഫുൾ മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ലൈക്ക് SSLC ഒക്കെ തലേദിവസം പഠിച്ചാലും സുഖമായിട്ട് കിട്ടും. കെമിസ്ട്രിയുടെ കേസ് മാത്സ് ഒക്കെ അങ്ങനെയല്ല, മാത്സ് കുറച്ച് ചെയ്ത് പഠിക്കണം, പക്ഷേ അതുപോലെ കെമിസ്ട്രി ഒക്കെ അത്യാവശ്യം തലേദിവസം പഠിച്ചാൽ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. എനിക്ക് ധാരാളമാണ് ഒരു ദിവസം ഫുള്ള്, ലൈക്ക് 2 ദിവസം ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വൃത്തിക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചുകൊണ്ട് പോകണം, അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ വായിച്ചുകൊണ്ട് പോകണം. നമുക്ക് ടെസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാനും നല്ല ടെസ്റ്റ് വന്നിരിക്കില്ല, വായിക്കാനുള്ളതാണ്. അപ്പം ടെസ്റ്റ് വൃത്തിക്ക് വായിച്ചുകൊണ്ട് പോകാം. ലൈക്ക് ചെറിയ മൈനർ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം, വൃത്തിക്ക് വായിക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് വൃത്തിക്ക് വായിക്കുക. സൈലത്തിൻ്റെയോ എക്സാമിനറിൻ്റെയോ എജുപോർട്ടിൻ്റെ ഏത് ലൈവാണ് നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഏത് കൺസെപ്റ്റ് പറയുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് തോന്നുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ചോയ്സ് ചെയ്ത് ലൈക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് മനസ്സിലാക്കി. കട്ട് ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തോ എന്ത് ചെയ്യുമോ? ജസ്റ്റ് മിനിറ്റ്,
ഞാനൊരു മോട്ടിവേഷൻ രീതി പറഞ്ഞു തരാമെന്ന് വെച്ചിരുന്നതായിരുന്നു, എല്ലാം ചീറ്റിപ്പോയി. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ക്ലാസ് ഏതാണോ അത് തന്നെ മനസ്സിലാകുന്ന ക്ലാസ് ഏതാണോ അത് ഇങ്ങനെ കാണുക, വൃത്തിക്ക് കാണുക. അതുപോലെ നോട്ട് വൃത്തിക്ക്, ഇനി നോട്ട് ഉണ്ടാക്കാനൊന്നും പോകണ്ട. ലൈക്ക് ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ ബുക്ക് പോലെ ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ മാത്രം എഴുതി വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊക്കെ റിവൈസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ന്യൂമറിക്കൽസും ചോദിക്കത്തുള്ളൂ മക്കളെ. ന്യൂമറിക്കൽസ് എന്തായാലും ടെക്സ്റ്റ് ബുക്കിലെ സാധനം മാത്രമേ ചോദിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലെ സാധനം അരച്ച് പിറക്കി പഠിച്ചോ. ഓക്കെ, വൃത്തിക്ക് പഠിച്ചോ, സാധനം കത്തും. കെമിസ്ട്രി നിങ്ങൾക്ക് കത്തിക്കാൻ പറ്റും കേസ്. അപ്പം കെമിസ്ട്രി അത്യാവശ്യം ഈസിയാണ്. പിന്നെ 4ാം ചാപ്റ്ററാണ് കുറച്ച് റിയാക്ഷൻസ് കൂടുതൽ എഴുതി പഠിക്കേണ്ട ഒരു ചാപ്റ്ററും റിയാക്ഷൻസും കുറേ കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കേണ്ട ഒരു സാധനമാണെന്ന് തോന്നുന്നു 4ാമത്തെ ചാപ്റ്റർ. ഞാൻ പണ്ട് പഠിച്ച ഓർമ്മനെ കണ്ട് പറയുന്ന കേട്ടോ. അത് കുറച്ച് തിയറി ചാപ്റ്ററാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. അപ്പം അത് നിങ്ങൾ വൃത്തിക്കെല്ലാം കാണാതെ പഠിക്കുക. ബൈ ഹാർട്ടിങ് പഠിക്കേണ്ട സാധനമാണ് കെമിസ്ട്രി സത്യം പറഞ്ഞാൽ. എക്സെപ്ഷൻ കുറേ കാര്യങ്ങളുണ്ട്. എക്സെപ്ഷൻ ആയിട്ടുള്ള കേസാണ് ക്രോമിയം പ്രോപ്പർ എന്താണ് നിങ്ങൾ വിടരുത്, അതിൻ്റെ സെൻറ്റൻസ് എന്താണ് മറ്റേ ഹാഫ് ഫിൽഡ് ആയതുകൊണ്ടും ഫുൾ ഫിൽഡ് ആയതുകൊണ്ടും മറ്റേ D10 കോൺഫിഗറേഷൻ, ഹാഫ് ഫിൽഡ് D5 കോൺഫിഗറേഷൻ, അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഏത് ലൈവ് കണ്ടോ എങ്ങനെ കണ്ടോ, ഒരു പ്രാവശ്യം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് ഓർമ്മ നിങ്ങൾ എക്സാമിൻ്റെ സമയത്തേക്ക് കാണുന്നില്ല. കാരണം അതുപോലത്തെ ഓരോ ക്വസ്റ്റ്യൻസുകൾ ഒരു വട്ടം നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതായത് റിവൈസ്. ഓക്കെ, അത് നമുക്ക് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ പോലെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ക്വസ്റ്റ്യൻസുകൾ എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെനിക്ക് പറയാം, ഇത്രയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാടാം. ഈ കെമിസ്ട്രി നിങ്ങളൊന്ന് വൃത്തിക്ക് പഠിച്ചാൽ മതി, സെറ്റാവും. കെമിസ്ട്രി ഒന്ന് കത്തിക്ക് നിങ്ങളെ പറ്റും. ഞാൻ പറയുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി, ഞാൻ ക്ലിയർ ചെയ്തോളാം. ലൈക്ക് എനിക്കൊക്കെ മാത്സൊക്കെ ആണെങ്കിൽ 14 ചാപ്റ്ററാണ് +1 ചാപ്റ്റർ. +1 മാത്സ് പഠിക്കണം, +2. ഓക്കെ, ടോട്ടൽ എത്രയാണ്? 26 ചാപ്റ്റർ ഞാൻ മൊത്തം +2 കമ്പ്യൂട്ടർ സയൻസ് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, 26 ചാപ്റ്റർ ഇത്ര ദിവസം കൊണ്ട് തീർക്കണം. ലൈക്ക് ഞാനൊരു കമ്പ്യൂട്ടർ തൊട്ടിട്ടില്ല, മാത്സ് തുടങ്ങിക്കൊണ്ടേ ഉള്ളൂ. ലൈക്ക് അതൊക്കെ സുഖമായിട്ട് പറ്റുള്ളൂ, ഞങ്ങൾക്കൊക്കെ സുഖമായിട്ട് ഇവിടെ ആകെ 7 ചാപ്റ്റർ സുഖമായിട്ട് തീർക്കാൻ പറ്റും. പിന്നെ ജസ്റ്റ് ഒന്ന് എക്സാമിൻ്റെയോ സൈലത്തിൻ്റെയോ ആരുടെങ്കിലും ലൈവ് വൃത്തിക്ക് കാണുക, അതിലെ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്യുക. ഇതൊക്കെ ഉള്ളൂ ടിപ്പ്. പിന്നെ ആ സ്ലൈഡ്സ് എന്താണ് നിങ്ങൾ ജസ്റ്റ് ആയിരിക്കും വാട്സപ്പ് കമ്മ്യൂണിറ്റിയായിട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേജിൻ്റെ ക്ലാസ് ആണോ കാണുന്നത് അതിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി നിങ്ങൾ ജോയിൻ ചെയ്യണം. ലൈക്ക് മനസ്സിലാവും അതിൻ്റെ ഏത് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലാണ് നിങ്ങൾ ഏത് കയ്യിൽ നിന്ന് പോയി ഏത് ക്ലാസ്സാണോ നിങ്ങൾ കാണുന്നത് അതിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ സ്ലൈഡ്സ് നിങ്ങൾ മേടിക്കുക. വീണ്ടും ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. 1 വേർഡ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എന്താണ് ലൈക്ക് 2 മാർക്സ് 4 മാർക്സ് അങ്ങനെ പോട്ടെ. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ ഓർഗാനിക് കെമിസ്ട്രി ഞാൻ റെക്കമെൻഡ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാമിന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ഓർഗാനിക് കെമിസ്ട്രി മാത്രം ഞാൻ എക്സാമിനറിന് മാത്രമേ പറയത്തുള്ളൂ. ഞാൻ മറ്റേ ക്രാഷിന് 10ാം ക്ലാസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ 10th ഫാസ്റ്റ് ട്രാക്കോ അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. അതാണ് വെച്ച്. ഓക്കെ, അപ്പോൾ ഗൈസ് ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും 10ാം ക്ലാസ്സുകാരും കാണുന്നുണ്ടെങ്കിൽ അവന് A+ കിട്ടില്ല എന്ന് ഞാൻ പറയും. സോ അപ്പോൾ എന്താണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.